ഇത്രയും നാളായിട്ട് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി അറിഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ ശരിക്കും എനിക്ക് സങ്കടം തോന്നിയത്. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒരു ലേശം ബട്ടർ ഇട്ടിട്ട് ഒരു 2-3 മുട്ടയൊന്ന് നന്നായിട്ട് ചിക്കി എടുക്കാവേ. മുട്ട ഒന്ന് ചിക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടാണ് അതിനൊന്ന് നമ്മൾ ചിക്കി എടുക്കുന്നത്. അതൊന്ന് മാറ്റിയതിന് ശേഷം ആ പാൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലോട്ട് ലേശം ബട്ടറും കൂടെ ഇട്ടിട്ട് കുറച്ച് ഗാർലിക്ക് അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് മൈദയാണ് കേട്ടോ, മൈദ ഇട്ട് ആ മൈദയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണവരെ അതും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് ലേശം പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഒറിഗാനോയും കൂടെ ഇട്ട് അതിനെ ഒരു വൈറ്റ് സോസ് പോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് തന്നെ ഈ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ബട്ടർ ഗാർലിക് എഗ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. പക്ഷേ സാധനം കിടുമെന്ന് പറഞ്ഞാൽ പൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയോ ബ്രെഡിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മുട്ട കഴിക്കാത്ത എൻ്റെ കൊച്ചു വരെ ഇങ്ങനെ ചെയ്തു കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് മുട്ടയാണെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ല, വേറെന്തോ സാധനം അമ്മ വെറൈറ്റി ആയിട്ട് പിടിച്ചെന്നാണ് കൊച്ചു വിചാരിച്ചേട്ടാ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബ്രെഡിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്